തൃശൂർ പി.ജി കസ്റ്റഡി മർദ്ദനത്തിലെ കുറ്റാരോപിതനായ എസ്.ഐ രതീഷിനെതിരെ വീണ്ടും പരാതി. മണ്ണുത്തി സ്വദേശിയായ പി.എസ്. അസ്ഹറാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 2018 മണ്ണുത്തി സ്റ്റേഷൻ എസ്.ഐ ആയിരിക്കെ പരാതി അന്വേഷിക്കാൻ എന്ന പേരിൽ വിളിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നും അസഭ്യം പറഞ്ഞെന്നും അസ്ഹർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മേലുദ്യോഗസ്ഥരുടെ അനുമതി ലഭിച്ചാൽ പരാതി നൽകുമെന്നും അസ്ഹർ പറഞ്ഞു. തൃശൂർ പി.ജി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അന്ന് പി.ജി എസ്.ഐ ആയിരുന്ന PM രതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുന്നോട്ട് വരികയാണ് മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിലത്തെ അസിസ്റ്റന്റ് ഓഫീസറായിട്ടുള്ള PM അസ്ഹർ. അദ്ദേഹത്തിന് രതീഷിനെതിരായി നിരവധി പരാതികളുണ്ട്, ഒട്ടേറെ ആരോപണങ്ങളുണ്ട്. ചോദിച്ചറിയാം, എന്താണ് ഈ ഉദ്യോഗസ്ഥനെതിരായി താങ്കളുടെ പരാതി? 2018 കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. മണ്ണുത്തിയിൽ സുവീർ എന്ന് പറഞ്ഞൊരു യുവാവായിട്ടൊരു തർക്കം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ മണ്ണുത്തി SI സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും എന്നോട് അപമര്യാദയായിട്ട് പെരുമാറുകയും ശാരീരികമായിട്ട് മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിനുള്ള കാരണം? ചൂടായി സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ കാര്യം ഇങ്ങനെയല്ല, അപ്പൊ നീ എന്നെ പഠിപ്പിക്കണ്ട, പോലീസ് സ്റ്റേഷൻ നിന്റെ തറവാടല്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു. അപ്പൊ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചതാണ്. അപ്പൊ ആ ഫീലിങ്സ് എനിക്ക് അന്നും ഇന്നും എന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അത് ചൂടായി സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോ കുറെ തെറി പറഞ്ഞു. എന്നോട് അപമര്യാദയായിട്ട് ഭയങ്കര ക്രൂരമായിട്ട് എന്നെ പെരുമാറി. ഈ സ്റ്റേഷൻ മുറിക്കുള്ളിൽ വെച്ചാണ് ഈ സംഭവം? അവിടെ ഒരു പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും ഈ SIയും കൂടിയിട്ടാണ് എന്നെ മർദ്ദിച്ചിരിക്കുന്നത്. എങ്ങനെ, എന്ത് തരത്തിലുള്ള മർദ്ദനമായിരുന്നു? മർദ്ദനം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക് എങ്ങനെ എന്നെ ചിത്രീകരിക്കുന്ന എനിക്കത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്റെ ഭീകരത ആളുകൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ട് ഇതാ ചെയ്യാൻ പറ്റണോ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്? ആയുധമൊന്നുമില്ല, കൈകൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്, ചൂരിൽ വെച്ച് തല്ലിയിട്ടുണ്ട്. എന്തായിരുന്നു ഈ കേസിന് ചൊല്ലിയുള്ള തർക്കം എന്ന് പറയുന്നത്? തർക്കം എന്ന് പറഞ്ഞാൽ അവനായിട്ട് ഇങ്ങനെ അവന് കടയുണ്ട്, അത് NHDP മറ്റേ റോഡുള്ളത് കൊണ്ട് അതിന്റെ അടുത്ത് അവനൊരു കടയുണ്ട്. ആ കടയായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായതാണ്. അത് പറഞ്ഞു തീർക്കാനും ഉള്ളൂ. പക്ഷെ ഈ SI ആയിട്ടുള്ള രതീഷാണ് ഇത് കൂട്ടി. അവനെന്തോ താല്പര്യം വന്ന് എന്നെ രണ്ട് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തുകയും അത് അന്വേഷണ വിധേയമായിട്ട് ഞാൻ സസ്പെൻഷൻ നേരിടുകയും ചെയ്തു. സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതിന് ശേഷം പിന്നീട് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ്? എന്റെ വീട്ടിൽ വന്നിട്ട് വൈഫിനോട് അപമര്യാദയായിട്ട് പെരുമാറി. കേസ് ഞാൻ ഒതുക്കി തരാം, അത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ പ്രതികരിക്കാണ്ടിരുന്ന എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ ജീവിക്കണം എന്നുണ്ട്. അതേപോലെ സാമ്പത്തികമായിട്ടില്ല. പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പ്രതികരിക്കാൻ പറ്റില്ല, ചട്ടക്കൂടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ട് ഇരുന്നിരുന്നത്. എന്താണ് പിന്നീട് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടിക്ക് പോയോ? എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്? പരാതി കൊടുത്തിരുന്നു. ആ കേസ് 8 വർഷമായിട്ട് എന്തായതാണെന്നൊന്നും അറിയില്ല. ഞാൻ 5-6 പ്രാവശ്യം അത് ബന്ധപ്പെട്ടപ്പോൾ തള്ളിപ്പോയി എന്നാണ് പറഞ്ഞത്. വേറെ ആരും നിന്നെ തല്ലി എന്നൊക്കെയാണ് അവര് പറയണത്. എങ്ങനെയാണ് പിന്നീട് താങ്കൾ സസ്പെൻഷനിൽ പോകുന്നതും കേസപ്പെടുന്നതും? മണ്ണുത്തി SI രതീഷ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. ക്രിമിനൽ കേസ് ഉണ്ട് എന്ന് കാരണത്താൽ. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മാറ്റി നിർത്തൽ മാത്രമാണ് ഞാൻ അറിഞ്ഞിരിക്കണേ. പക്ഷെ എന്നെ കളക്ടറേറ്റിലുള്ളവരും താലൂക്കിലുള്ള എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ മാനസികമായിട്ട് ഞാൻ തളർന്നു പോയി. അങ്ങനെ സർവീസിൽ കയറാൻ 3.25 കൊല്ലാണ് ഞാൻ പുറത്തിരുന്നത്. CCTV ക്യാമറകൾക്ക് മുന്നിൽ വെച്ചാണ് ഈ മർദ്ദനം നടന്നത്? അല്ല, അത് JD റൂം ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് ക്യാമറ ഉള്ളത്. അവിടെ നിന്ന് പിന്നെയും ലെഫ്റ്റിലേക്ക് തിരിയണ കുറെ ഫയലുകൾ ഇരിക്കുന്ന റൂമിൽ വെച്ചിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. ലോക്കപ്പ് ഉണ്ട്, അതിന്റെ വരാന്തയുടെ അവിടെയാണ് ക്യാമറ ഉള്ളത്. അവിടെ വെച്ച് ചെയ്തിട്ടില്ല. മർദ്ദനത്തിന് ശേഷം താങ്കളെ വിട്ടയച്ചോ? എന്താണ്? അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി. ഇനി എന്താണ് നടപടി ഉദ്ദേശിക്കുന്നത്? നടപടി എന്ന് വെച്ചാൽ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, എന്റെ മേലുദ്യോഗസ്ഥന്റെ അനുവാദം കിട്ടിയാൽ മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാൻ പറ്റുള്ളൂ. അവരെ അനുവാദം മേടിക്കണം എന്നാണ് KSR പ്രകാരം പറയണത്. നിയമപരമായി മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്കെതിരെ എനിക്ക് പോകണമെന്നുണ്ട്. എന്നുവെച്ചാൽ അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ട് ആളെ ഒന്ന് അറിയണമെന്ന് മാത്രം. അത് ജനങ്ങളും അറിയണം. സമൂഹത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കണമെന്ന് അറിയണം. പി.ജിയിലെ സംഭവത്തിലെ കുറ്റാരോപിതനായ PM രതീഷ് അന്നത്തെ PG SI മണ്ണുത്തി സ്റ്റേഷനിൽ വെച്ചാണ് ഇദ്ദേഹത്തിനെതിരെ ക്രൂരമായ മർദ്ദനം നടത്തിയതെന്നുള്ളതാണ് ആരോപണമായി ഉന്നയിക്കുന്നത്. നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് മേലുദ്യോഗസ്ഥരുടെ അറിവോടുകൂടി പരാതിയുമായി മുന്നോട്ടു പോകാനാണ് അസ്ഹറിന്റെ തീരുമാനം. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.